2026 നടക്കുന്ന ഫിഫ വേൾഡ് കപ്പിനെ പറ്റി കുറച്ച് കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാം. അതായത് ഇപ്പോൾ നടക്കുന്നത് 23ാമത്തെ വേൾഡ് കപ്പാണ്. 23ാമത്തെ വേൾഡ് കപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. 3 രാജ്യങ്ങളിലായാണ് നടക്കുന്നത്. അതായത് അമേരിക്ക, കാനഡ, മെക്സിക്കോ. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളിലായാണ് 2026 വേൾഡ് കപ്പ് നടക്കുന്നത്. 2026 ജൂൺ 11 തുടങ്ങി ജൂലൈ 19 ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഫൈനൽ മത്സരം നടക്കുന്നത് 2026 ജൂലൈ 19 ആദ്യ മത്സരം മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ്. ആദ്യ മത്സരം മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ്. ആദ്യ മത്സരം നടക്കുന്ന സ്റ്റേഡിയമാണ് ആസ്റ്റക്ക സ്റ്റേഡിയം. മെക്സിക്കോ സിറ്റിയിലെ ആസ്റ്റക്ക സ്റ്റേഡിയത്തിലാണ് ആദ്യ മത്സരം നടക്കുന്നത്. അതുപോലെ ഫൈനൽ മത്സരം നടക്കുന്ന സ്റ്റേഡിയം അമേരിക്കയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം നടക്കുന്നത്. വേൾഡ് കപ്പിന് 3 ഭാഗ്യചിഹ്നങ്ങളാണുള്ളത്. ക്ലച്ച് അമേരിക്കയുടെ ഭാഗ്യചിഹ്നമാണ്. സായു മെക്സിക്കോയുടെ ഭാഗ്യചിഹ്നമാണ്. മേപ്പിൾ കാനഡയുടെയും ഭാഗ്യചിഹ്നമാണ്. അപ്പം 3 ഭാഗ്യചിഹ്നങ്ങളാണ്. ക്ലച്ച് അമേരിക്കയുടേത്, സായു മെക്സിക്കോ, മേപ്പിൾ കാനഡ. മൊത്തം 48 രാജ്യങ്ങളാണ് കേട്ടോ ഈ ഒരു ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത്. 48 രാജ്യങ്ങൾ. വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ നെയിമാണ് അഡിഡാസ് ട്രിയോണ്ട. വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ നെയിമാണ് അഡിഡാസ് ട്രിയോണ്ട. ഇതിൻ്റെ ഒഫീഷ്യൽ സോങ് ആണ് ഇറ്റാലിയൻ ഭാഷയിലുള്ള ഡായ് ഡായ് എന്ന് തുടങ്ങുന്ന ഗാനം. ഇറ്റാലിയൻ ഭാഷയിലെ ഡായ് ഡായ് എന്ന ഗാനമാണ് ഒഫീഷ്യൽ സോങ്. ഇത് പാടിയിരിക്കുന്നത് ഷക്കീറയും ബർണബോയുമാണ്. ഇതിൻ്റെ അർത്ഥം കമോൺ അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ എന്നൊക്കെയാണ്. അപ്പോൾ ഒഫീഷ്യൽ നെയിം അഡിഡാസ് ട്രിയോണ്ട. ഒഫീഷ്യൽ സോങ് ആണ് ഇറ്റാലിയൻ ഭാഷയിലെ ഡായ് ഡായ് എന്ന പാട്ട്. പാടിയിരിക്കുന്നത് ഷക്കീറയും ബർണബോയും. ഇതിൻ്റെ അർത്ഥം എന്താണ്? കമോൺ അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ. ഇനി വേൾഡ് കപ്പ് ഫുട്ബോൾ കളിക്കുന്ന ആദ്യത്തെ മലയാളിയാണ് തഹസീൻ മുഹമ്മദ് ജംഷീദ്. കണ്ണൂരുകാരനാണ് ഇദ്ദേഹം. ഖത്തർ ടീമിലെ അംഗമാണ്. അപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ കളിക്കുന്ന ആദ്യത്തെ മലയാളി തഹസീൻ മുഹമ്മദ് ജംഷീദ്. കണ്ണൂർ സ്വദേശിയാണ്. ഖത്തർ ടീമിലെ അംഗമാണ്. വേൾഡ് കപ്പ് ഫുട്ബോൾ നിയന്ത്രിക്കുന്ന സംഘടനയാണ് ഫിഫ. വേൾഡ് കപ്പ് ഫുട്ബോൾ നിയന്ത്രിക്കുന്ന സംഘടനയാണ് ഫിഫ. ഈ ഫിഫ നിലവിൽ വരുന്നത് 1904 ഫിഫയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് ജിയാനി ഇൻഫാന്റിനോ. ഫിഫയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് ജിയാനി ഇൻഫാന്റിനോ. ഇനി ചാമ്പ്യന്മാർക്ക് ലഭിക്കുന്ന സമ്മാനത്തുകയാണ് $50 മില്യൺ. അത് ഏകദേശം 476 കോടി രൂപയോളം വരും. അപ്പോൾ ചാമ്പ്യന്മാർക്ക് ലഭിക്കുന്ന സമ്മാനത്തുക $50 മില്യൺ. രണ്ടാം സ്ഥാനക്കാർക്ക് $33 മില്യൺ ആണ്. അത് 314 കോടി രൂപ വരും. വേൾഡ് കപ്പ് ഫുട്ബോൾ തുടങ്ങിയത് 1930 ഉറുഗ്വേയിലാണ് അത് തുടങ്ങിയത്. അപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ തുടങ്ങിയത് 1930 ഉറുഗ്വേയിലാണ്. ആദ്യ വിജയം നേടിയത് ഉറുഗ്വേ തന്നെയായിരുന്നു. ഇതിൻ്റെ എതിരാളി അർജൻറ്റീനയായിരുന്നു. അപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ തുടങ്ങിയത് 1930 ഉറുഗ്വേയിലാണ്. ആദ്യ വിജയം നേടിയത് ഉറുഗ്വേ ആയിരുന്നു. എതിരാളി അർജൻറ്റീനയായിരുന്നു. വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ആദ്യകാല നാമം യൂറിമ കപ്പ് എന്നായിരുന്നു. വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ആദ്യകാല നാമമായിരുന്നു യൂറിമ കപ്പ്. ഒരു ഫുട്ബോൾ കളിയുടെ സമയദൈർഘ്യം 90 മിനിറ്റാണ്. ഒരു ഫുട്ബോൾ കളിയുടെ സമയദൈർഘ്യം 90 മിനിറ്റാണ്. ഒരു ടീമിൽ 11 പേരാണ് ഉള്ളത്. ഒരു ഫുട്ബോൾ കളിയുടെ സമയദൈർഘ്യം 90 മിനിറ്റാണ്. ഫുട്ബോൾ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ്. 2022 വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നിരുന്നത് ഖത്തറിലായിരുന്നു. 2022 ഖത്തറിലായിരുന്നു നടന്നിരുന്നത്. ഇതിൻ്റെ വിജയി അർജൻറ്റീനയായിരുന്നു. അപ്പോൾ 2022 വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നത് ഖത്തറിലായിരുന്നു. വിജയി അർജൻറ്റീനയായിരുന്നു.
വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം മിരോസ്ലോവ് ക്ലോസെ, ജർമ്മനിയുടെ മിരോസ്ലോവ് ക്ലോസെ ആണ് വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം. ഏറ്റവും അധികം ഗോൾ നേടുന്ന താരത്തിന് നൽകുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ബൂട്ട് പുരസ്കാരം. ഏറ്റവും അധികം ഗോൾ നേടുന്ന താരത്തിന് നൽകുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ബൂട്ട് പുരസ്കാരം. അതുപോലെ വേൾഡ് കപ്പ് ഫുട്ബോളിൽ മികച്ച താരത്തിന് നൽകുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ബോൾ പുരസ്കാരം. ഗോൾഡൻ ബോൾ പുരസ്കാരം. അപ്പോൾ ഏറ്റവും അധികം ഗോൾ നേടുന്ന താരത്തിന് ഗോൾഡൻ ബൂട്ട് പുരസ്കാരവും ഏറ്റവും മികച്ച താരത്തിന് ഗോൾഡൻ ബോൾ പുരസ്കാരവുമാണ്. മികച്ച ഗോൾ കീപ്പറിന് നൽകുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ഗ്ലൗ അവാർഡ്. മികച്ച ഗോൾ കീപ്പറിന് നൽകുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ഗ്ലൗ അവാർഡ്. 2022 ഫിഫ വേൾഡ് കപ്പ് വിജയിയായിരുന്നു അർജന്റീന. 2022 ഫിഫ വേൾഡ് കപ്പിൻ്റെ വിജയിയായിരുന്നു അർജന്റീന. റണ്ണറപ്പ് ഫ്രാൻസുമായിരുന്നു. ഏറ്റവും അധികം വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിച്ച താരമാണ് ലയണൽ മെസ്സി. ഏറ്റവും അധികം വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിച്ച താരം അർജന്റീനയുടെ ലയണൽ മെസ്സിയാണ്. 5 വേൾഡ് കപ്പുകളിലായിട്ട് അദ്ദേഹം 26 മത്സരങ്ങളാണ് കളിച്ചത്. ഇദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ തവണ ഗോൾഡൻ ബോൾ നേടുന്നത് 2014 2022. അപ്പോൾ മികച്ച വേൾഡ് കപ്പിൽ ഏറ്റവും അധികം മത്സരങ്ങളിൽ ക്യാപ്റ്റൻ ആയ താരമാണ് മെസ്സി. 19 മത്സരങ്ങളിലാണ് ഇദ്ദേഹം ക്യാപ്റ്റൻ ആയിട്ടുള്ളത്. അപ്പോൾ വേൾഡ് കപ്പിലെ ഏറ്റവും അധികം മത്സരങ്ങളിൽ ക്യാപ്റ്റൻ ആയ താരമാണ് മെസ്സി. 19 മത്സരങ്ങളിലാണ് മെസ്സി ക്യാപ്റ്റൻ ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ബാലൻ ഡിയോർ പുരസ്കാരം നേടിയതും മെസ്സിക്ക് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ബാലൻ ഡിയോർ പുരസ്കാരം നേടിയത് മെസ്സി തന്നെയാണ്. 8 തവണ 8 പുരസ്കാരമാണ് മെസ്സിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് നേടിയത് മെസ്സി പങ്കുവച്ച വേൾഡ് കപ്പുമായി ഉള്ള ഒരു ഫോട്ടോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് ഇൻസ്റ്റഗ്രാമിൽ ലഭിച്ചിട്ടുള്ളത്. കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് പെലെയാണ്. ബ്രസീലിയൻ താരമായിട്ടുള്ള പെലെയാണ് കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത്. ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും അധികം ഗോൾ നേടിയ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും അധികം ഗോൾ നേടിയ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 135 ഗോളാണ് അദ്ദേഹം നേടിയത്. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ 200 മത്സരങ്ങൾ പൂർത്തീകരിച്ച ആദ്യ പുരുഷ താരമാണ് റൊണാൾഡോ. അതുപോലെ തന്നെ പ്രൊഫഷണൽ ഫുട്ബോളിലും 1200 മത്സരം പൂർത്തീകരിച്ചത് റൊണാൾഡോ തന്നെയാണ്. 10 ഹാട്രിക് നേടുന്നതും റൊണാൾഡോ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ 600 മില്യൺ ഫോളോവേഴ്സ് കരസ്ഥമാക്കിയ ആദ്യ വ്യക്തിയും ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള ആദ്യ വ്യക്തിയും റൊണാൾഡോ തന്നെയാണ്.